നെക്സ്റ്റ് സെക്കൻഡറി സോഴ്സസ് ആണ്. നമ്മൾ ഓരോ സെറ്റായിട്ടാണ് നമ്മളെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടാലേ നമുക്കൊരു കണ്ടിന്യൂറ്റിയും ക്ലാരിറ്റി ഒക്കെ കിട്ടുള്ളൂ. അഥവാ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് മുന്നത്തെ വീഡിയോയും പിന്നത്തെ വീഡിയോയിലും എല്ലാം ഓരോന്നും പറയുന്നുണ്ട്. അത് കണക്ട് ചെയ്തിട്ട് നോക്കിയിട്ട് പഠിക്കണം. ഇതിൽ കാര്യമായിട്ട് പറയാനുള്ളത് തന്നെ നമ്മൾ എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള വീഡിയോ വേറെ ഉണ്ട്. അതുകൊണ്ട് ഇത് ജസ്റ്റ് നോട്ട് വായിച്ചു പോകുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറി സോഴ്സസ്, ഒരു സംഭവം നടക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മറ്റൊരാളിൽ നിന്ന് ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിൽ ബുക്സ്, ജേർണൽസ്, ആർട്ടിക്കിൾസ്, റിവ്യൂസ് എന്നിവ ഉൾപ്പെടുന്നു. മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ വിമർശനാത്മകമായി വിലയിരുത്തുന്നതിന് ശേഷമാണ് വിവരങ്ങൾ എഴുതി ചേർക്കുന്നത്. പ്രൈമറി സോഴ്സിനെ ഡീറ്റെയിൽഡായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെക്കൻഡറി സോഴ്സിൽ കൂടിയാണ്. ഇതിൽ കൂടുതലും പബ്ലിഷ്ഡ് മെറ്റീരിയൽ ആയിരിക്കും. വിശാലമായ രീതിയിൽ തെളിവുകളെ വിലയിരുത്തുന്നതും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് സെക്കൻഡറി സോഴ്സിലാണ്. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ബുക്കുകളായിട്ട് ഒരു ചരിത്രരേഖയെ കുറിച്ച് പ്രൈമറി സോഴ്സിനെ കുറിച്ച് നേരിട്ട് പഠിച്ച് എഴുതി വെക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ റിസർച്ച് തീസിസ്. നമുക്ക് ഒരു കേട്ടറിവ് പറഞ്ഞു തരുന്ന ഒരാൾ, അതായത് മുത്തച്ഛൻ്റെ കാലത്തുണ്ടായ കഥ മുത്തച്ഛൻ അച്ഛന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണെങ്കിൽ അച്ഛനത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് സെക്കൻഡറി ഇൻഫർമേഷനായി മാറും. അപ്പം എത്ര ടൈം അത് റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും ടൈം അത് സെക്കൻഡറി, ടേർഷ്യറി, അങ്ങനെ ഓരോരോ ഇൻഫർമേഷൻ ലെവലായിട്ട് മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സോഴ്സുകളെയാണ് നമ്മൾ ഈ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എക്സ്പ്ലനേറ്ററി വീഡിയോ വേറെ ഉണ്ടെന്ന്. സോഴ്സസ് എന്നുള്ളൊരു തംബ്നെയിൽ വെച്ചിട്ട് നമ്മളെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. അതിൽ കറക്റ്റായിട്ട് ഏതൊക്കെ ഡിവിഷനാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് ഇത് കൂടി കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും.